ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം 669. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം 669. 168 സർഗം നാരദൻ്റെ ദ്വാരകാപ്രയാണം എന്നുള്ളതിൽ അവസാനത്തെ ശ്ലോകം 27 കഴിച്ചു. എന്നിട്ടാണ് നമ്മൾ നിർത്തിയത് ഇന്നലെ. അത് ആമട്ട് അനുഗ്രഹം വാങ്ങി മോദമാർന്ന മഹാമുനി കാർ കൊണ്ടലൊളിവർണ്ണൻ്റെ കാർത്താൽ വന്നിച്ചിറങ്ങിനാൻ. ഭഗവാനെ നമസ്കരിച്ചും കൊണ്ട് അവിടുന്ന് ഇറങ്ങി നാരദമുനി എന്ന് പറഞ്ഞു. ഇനി 169 സർഗം ഭഗവത് ഗാർഹ്യസ്ഥ ദർശനവും ഭഗവത് അനുഗ്രഹവും. ഭഗവാൻ ഓരോ ഭവനങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് നാരദർ കണ്ടു മനസ്സിലാക്കി. അവസാനം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ ശ്ലോകം: പെട്ടെന്നണഞ്ഞാൻ ദേവർഷി സത്യഭാമാ നികേതനം. അപ്പോൾ ആദ്യം കയറിയത് രുക്മിണി ദേവിയുടെ ഭവനത്തിലായിരുന്നു. പിന്നെ രണ്ടാമത് ബംഗ്ലോ നമ്പർ 2 സത്യഭാമയുടെയാണ്. പെട്ടെന്നണഞ്ഞാൻ ദേവർഷി സത്യഭാമാ നികേതനം അചിന്ത്യ ഭഗവൻ മായാവിലാസങ്ങളിൽ മുങ്ങുവാൻ. സാക്ഷാൽ നാരദര് മായയിൽ മുങ്ങുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭവനങ്ങൾ സന്ദർശിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈശ്വരൻ നിരാകാരനാണ്. ഭഗവാനെ എന്താ പറയുക, രൂപത്തോടു കൂടി കാണുക, അതാണ് മായ അല്ലേ. അപ്പോൾ സകാരത്തിൽ കണ്ടാൽ കാര്യം നടക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ നാരദർക്ക് ഭഗവത് അനുഗ്രഹം ഉണ്ടായി. സാധാരണക്കാരൻ സഗുണത്തിൽ പോയാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കും വേണം. അചിന്ത്യ ഭഗവൻ മായാവിലാസങ്ങൾ, ചിന്തിക്കാൻ പറ്റില്ല, അത്രയും കേമാണ്. വിലാസങ്ങളിൽ മുങ്ങുവാൻ കാന്തയോടൊപ്പം അവിടം ചൂതാടും മുകിൽ വർണ്ണനെ. അപ്പോൾ സത്യഭാമയുടെ കേൾത്ത് പോയപ്പോൾ അവിടെ ചതുരംഗം കളിക്കുകയാണ് സത്യഭാമയോട് കൂടി. കണ്ടാൻ ഉദ്ധവനുണ്ട് ഏതോ പക്ഷം ചൊല്ലുന്നുമല്ലേ. കളി നടക്കണതിനനുസരിച്ച് ഇത് നന്നായി എന്ന് കൃഷ്ണൻ കളിച്ചാൽ പറയും, സത്യഭാമ കളിച്ചാൽ പറയും ഇതാണല്ലോ നന്നായത്. അതാണ് കണ്ടാനുദ്ധവൻ ഉണ്ട് ഏതോ പക്ഷം ചൊല്ലുന്നുമെല്ലവേ. അതായത് ഭഗവാനെ വിടാനും വയ്യ, സത്യഭാമയുടെ ദേഷ്യം സ്വീകരിക്കാനും പറ്റില്ല. അതാണ് മെല്ലെ പറഞ്ഞുള്ളൂ. പക്ഷം പറയുക, പക്ഷേ രണ്ട് കൂട്ടരെയും പ്രോത്സാഹിപ്പിക്കാമെന്നും പറയാം. ഉടൻ താൻ എഴുന്നേറ്റ് അമ്പാർന്ന് എതിരേറ്റു മഹാപ്രഭു. കണ്ട ഉടനെ ചൂതുകളി അവസാനിപ്പിച്ചു, വണങ്ങി നമസ്കരിച്ചു, അർഘ്യം കൊടുത്തു, പൂജയൊക്കെ നടത്തി വേഗം അപ്പോൾ ഉടൻ താൻ എഴുന്നേറ്റ് അമ്പാർന്ന് എതിരേറ്റു മഹാപ്രഭു പൂജിച്ചരുളിനാൻ ഏതും അറിയാത്തതുമാതിരി. ഭഗവാനൊന്നും അറിയാത്ത മാതിരി ഭഗവാൻ വേഷം കിട്ടുക. അങ്ങയെ കാണുകയാൽ ഇന്ന് സുദിനം തന്നെയാം പ്രഭോ. അതായത് നാരദരെ, ഇപ്പതാ അങ്ങേനെ കണ്ടു, ഇന്നത്തെ ദിനം എനിക്ക് സൗഖ്യമാവുന്ന. വികാരം കൊള്ളാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കൃഷ്ണനാമം ചെല്ലും ചെയ്യുക, വികാരങ്ങൾക്ക് നമ്മൾ അടിമപ്പെടും ചെയ്താൽ നമ്മൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അർത്ഥം. പ്രമശയിലെ അപ്പോൾ അങ്ങയെ കാണുകയാൽ ഇന്ന് സുദിനം തന്നെയാം പ്രഭോ. യാതൊന്നും മണ്ണിൽ വേണ്ടാത്ത നിങ്ങളാൽ ചിലരോട് ഞാൻ. അങ്ങയ്ക്കുള്ളൊരു ഗുണം എന്താ? അങ്ങയ്ക്ക് എന്താ വരം വേണ്ടത് വെച്ചാൽ അങ്ങ് പറയും ഒന്നും വേണ്ട. അങ്ങനെ പറയണത് കുറച്ച് ആൾക്കാരുള്ളൂ എന്നാ.
അതിൽ നമ്മൾ പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നല്ലാണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഇന്നത് വേണം, അത് വേണം, ഇത് വേണം എന്നൊന്നും പറയരുത്. പറഞ്ഞാൽ നമ്മൾ ഭക്തനല്ല എന്നാ പറഞ്ഞ. പക്ഷേ കാര്യസാധ്യ പുഷ്പാഞ്ജലി പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഈശ്വരനോട് നമ്മൾക്ക് മാൾ ഓപ്പറേറ്റർ ഒന്നല്ലല്ലോ ഭഗവാൻ. ഭഗവാനാണ് എല്ലാറ്റിലും അചിന്ത്യ സ്വഭാവത്തോടു കൂടിയിരിക്കുന്നത്. അപ്പോൾ ആ ഭഗവാനിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വൈഭോഗങ്ങളെ അങ്ങ് നടത്തി തരണം എന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാണ്ട് അതിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുത്താൽ മതി. ഭഗവാൻ പറയുന്ന കോഡ് ഓഫ് കണ്ടക്റ്റുകൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതം നല്ല നിലയ്ക്ക് പോകും. ചോദിച്ചിടേണ്ടതെന്തെന്നാൽ പോലും പേരിനു വല്ലതും കൈക്കൊണ്ട് അനുഗ്രഹിക്കണം ഗൃഹമേധികൾ ഞങ്ങളെ. ഞങ്ങളൊക്കെ ഗൃഹസ്ഥന്മാരാണെന്നാണ് പറയുന്നത്. ആരെ? ഭഗവാൻ. ചോദിച്ചിടേണ്ടതെന്തെന്നാൽ പോലും പേരിനു വല്ലതും കൈകൊണ്ട് അനുഗ്രഹിക്കണം ഗൃഹമേധികൾ ഞങ്ങളെ. ഭക്താവതം സകൈങ്കര്യം. കൈങ്കര്യം എന്നുള്ളത് വളരെ ഇമ്പമുള്ളൊരു വാക്കാണ്. ഞാൻ ഈശ്വരൻ്റെ കൈങ്കര്യക്കാരനാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ഭഗവാന്റെ ദാസനാണെന്ന് അർത്ഥം. ഭഗവാന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്ത് സന്തോഷം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. കൈങ്കര്യം അത് തമിഴാണോ മലയാളമാണോ എന്ന് എനിക്കിപ്പോഴും സ്പഷ്ടമല്ല. ഭക്താവതം സകൈങ്കര്യം ചെയ്യണം മന്നിൽ ഏവനും. ഈ ഭൂമിയിൽ ആരായാലും വിശുദ്ധനാകുവാനെന്നാം വിദ്വാൻമാർ ചൊൽവതെപ്പോഴും. വിശുദ്ധി വന്നിട്ടില്ലെങ്കിൽ വാക്കിനും പ്രവൃത്തിക്കും വിശുദ്ധി വേണം. അതിനെന്ത് വേണം? ഈശ്വരകാരുണ്യം വേണം. ദേവർഷി വിസ്മയപ്പെട്ടു മിണ്ടിയില ഒന്നും മഹാശയൻ. കാമാന്നൊരക്ഷരം ഭഗവാൻ 6 ശ്ലോകങ്ങൾ കൊണ്ട് പലതും പറഞ്ഞു. ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടാനില്ല. കാരണം മിണ്ടിയാൽ അബദ്ധമാണ്. ദേവർഷി വിസ്മയപ്പെട്ടു മിണ്ടിയില ഒന്നും മഹാശയൻ. പെട്ടെന്നവിടേക്ക് ഇങ്ങോട്ടണഞ്ഞ് പെട്ടെന്നിട വഴിക്കിങ്ങോട്ട് അണഞ്ഞ് ഈ മട്ടു ചൊൽകയാം. അവിടെ കണ്ടു, സന്തോഷമായി, പൂജ കൊണ്ടു. അവിടെ പെട്ടെന്ന് ഇറങ്ങി അടുത്ത വീട്ടിലേക്ക്. ഇനി അവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ലേ? അങ്ങനെയാണ് എന്നോർത്ത വിശ്വേശ്വരനോട് ആജ്ഞ വാങ്ങി മഹാമതി. മധുരം കൃഷ്ണഗീതങ്ങൾ പാടിയും കൊണ്ട് ഇറങ്ങിനാൻ. 4-5 നിലയം വിട്ട് കാളിന്തി സദനത്തിലാം പിന്നീടു ചെന്നത് ഉടൻ ആ മഹാഭാഗവതോത്തമൻ. നാരദരെന്ത് ചെയ്തു? ഒരു 4-5 വീട് സ്കിപ്പ് ചെയ്തിട്ട് വേറൊരു വീട്ടിൽ കയറി. 4-5 നിലയം വിട്ട് കാളിന്തി സദനത്തിലാം പിന്നീട് ചെന്നത് ഉടൻ ആ മഹാഭാഗവതോത്തമൻ. സോമനെന്ന് വിളിക്കൊണ്ടൊരുണ്ണിയെ ക്ഷണം അച്യുതൻ. അപ്പോൾ കാളന്തിയിലൊരു മകൻ ഉണ്ടായിട്ടുണ്ട്. അയാളുടെ പേര് സോമൻ. സോമനെന്ന് വിളികൊണ്ടൊരുണ്ണിയെ ക്ഷണം അച്യുതൻ അമ്മതൻ കയ്യിലേക്ക് ചെന്നെതിരേറ്റു മുനി. സോമ, നീ കരയരുത് കേട്ടോ. ഇതാ നമ്മുടെ മടിയിലിരിക്കും. ഞാനിതാ നാരദർ വരുന്നുണ്ട്, അദ്ദേഹത്തിന് ഒന്ന് സ്വീകരിക്കട്ടെ, അദ്ദേഹത്തിന് പൂജ്യം അർഘ്യമൊക്കെ കൊടുക്കട്ടെ, പൂജ ചെയ്യട്ടെ. മോനെ ഒന്ന് സഹകരിക്കേ, അത് കഴിഞ്ഞിട്ട് അച്ചെടുക്കാം. അങ്ങനെയാണ്. സോമനെന്ന് വിളികൊണ്ടൊരു ഉണ്ണിയെ ക്ഷണം അച്യുതൻ അമ്മതൻ കയ്യിലേക്ക് ചെന്നെതിരേറ്റു മുനീന്ദ്രനെ പൂജിച്ചരുളിനാൻ അമ്പാർന്ന് അവിടുന്നിങ്ങ് ഇടയ്ക്കിടെ എഴുന്നള്ളുകിൽ ഈ ഞങ്ങൾക്ക് ആനന്ദം വളവറ്റതാം. ഇനി എന്താ നാരദർ പറയുക? നാരദരോട് പറയണു, ഇതേപോലെ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് ഞങ്ങളെ കണ്ടാൽ ഞങ്ങളുടെ സുദിനം അർത്ഥവത്താവും. ഭഗവാൻ പറയാ പരമശൈലേ പൂജിച്ചരുളിനാ നമ്പാർന്ന് അവിടുന്ന് അങ്ങ് ഇടയ്ക്കിടെ എഴുന്നള്ളുകിൽ ഈ ഞങ്ങൾക്ക് ആനന്ദം വളവറ്റതാം. മഹാമുനീന്ദ്രൻ ഉൾപൂവിലോർത്താൻ ഈ വണ്ണം അത്ഭുതം. ഇതെന്താ ഹേ, ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ ഇവിടെ വന്ന അവർക്ക് സുദിനാവുന്നു. ഞാൻ എന്തിനാ വരുന്നത്? അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട്. എന്താ അനുഗ്രഹം?
കൃഷ്ണ രാമ ഗോവിന്ദ എന്ന് പാടി നടക്കാനുള്ള ത്വരിത ഉണ്ടാവണം. അതൊന്ന് അരക്കിട്ട് ഉറപ്പിക്കാനാണ് ഞാനിങ്ങനെ വന്ന് കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ വന്ന എൻ്റെ സുദിനം നന്നാവുന്നു. അപ്പോൾ അവിടം കണ്ട് അതിസാക്ഷാൽ കൃഷ്ണനെ തന്നെയല്ലേ ഞാൻ. അതേ ചോദിക്കുക, ആൾ മാറിയോ? ഇയാൾ കൃഷ്ണൻ തന്നെയല്ലേ? അവിടം കണ്ടത് ഈ സാക്ഷാൽ കൃഷ്ണനെ തന്നെയല്ലേ ഞാൻ. ഇവിടെ ഇതിൻ്റെ മുമ്പ് ഇപ്പോൾ 2 വീട്ടിൽ പോയി, ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതാണ് ഒറിജിനൽ തോന്നുന്നു. സത്യത്തിൽ എല്ലാം ഒറിജിനലാണ്. 16,008 ആൾക്കും വ്യത്യസ്ത രൂപം, ഒരേ രൂപം. അതുപോലെ തന്നെ 16,008 ഭാര്യമാർക്ക് 16,008 കൃഷ്ണനാണ്. അല്ലാണ്ട് ഒരാളല്ല. ഇത് എത്ര മനസ്സിൽ വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്ര ഇൻട്രസ്റ്റ് വേണം. എല്ലാവർക്കും തോന്നുന്നത് കൃഷ്ണൻ എൻ്റെ ഒപ്പാന്നാണ്. എല്ലാവർക്കും ഒരേ തോന്നൽ തന്നെയാണ്. പക്ഷെ ചെയ്യുന്ന വ്യാപാരം വേറെയാണ്. ശങ്ക തോന്നുകയാണെന്നാൽ ഈ വിധം സത്യശങ്കരൻ ഇടയ്ക്കിടയ്ക്കെന്നരുളി ചെയ്തത് ഇന്നിയലും പൊരുൾ. ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കണില്ല. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ വേറെ, ഇവിടെ ചെല്ലുമ്പോൾ വേറെ. എന്തപ്പത് ഇത്ര ആളപ്പത്? എന്താണാവോ മുറയ്ക്ക് അന്യഗ്രഹം പോയി മഹാമതി. സാരമില്ല, ഇനി അടുത്ത വീട്ടിൽ പോയി നോക്കട്ടെ. എന്താണാവോ മുറയ്ക്ക് അന്യഗ്രഹം പോയി. പിന്നെ വേറൊരു വീട്ടിൽ കയറി. ആരെ? നാരദരെ. അവിടം കണ്ടു ചിന്തിച്ചാൻ പ്രാതസ്നാനം ഇതെങ്ങനെ. നേരം വെളിച്ചായിട്ട് കുളിക്കാനുള്ള പുറപ്പാടാ മൂപ്പര്. ഉടൻ താൻ വീണ മീട്ടാതെ ചെന്നാൻ മറ്റൊരിടം മുനി. അതായത് വീട്ടിൽ ചെല്ലുമ്പോൾ ആൾക്കറിയും ഇതാ നാരദർ വരണമെന്ന്. ഒരു സ്ഥലത്ത് വീട്ടാതെ കണ്ടവിടെ കയറി ചെന്നു. ഉടൻ താൻ വീണ മീട്ടാതെ ചെന്നാൻ മറ്റൊരിടം മുനി. ഗോവിന്ദൻ നിന്നു ഗായത്രി മൗനമാർന്നു ജപിക്കയാം. മൂപ്പര് അവിടെ മൗനമായി ഇരുന്ന് ഗായത്രി ജപിക്കുക. ഗായത്രി ഇരുന്ന് ജപിക്കണം എന്നാ, മൗനമായിട്ട് ജപിക്കുമ്പോഴെന്നാ. മൗനമായി ജപിക്കുന്നത് ഉത്തമം, ചുണ്ടനയ്ക്ക് ജപിക്കുന്നത് മധ്യമം, ഉറക്ക ജപിക്കുന്നത് അധമം എന്നൊക്കെയാണ് പറയുക. പക്ഷേ ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് നാരായണീയം, ഭാഗവതം, സഹസ്രനാമങ്ങൾ, അഷ്ടോത്തര നാമാവലികളൊക്കെ മൈക്ക് കിട്ടിയാലേ ചെല്ലൂ എന്നുള്ള ആൾക്കാരുണ്ട്. നീ എന്താ നടത്തം വന്നത്? അല്ല, അവിടെ മൈക്ക് വേറൊരാളുടെ കയ്യിലാണ്, അവരൊന്നും തരണില്ല. എന്നാൽ എനിക്കെന്തെങ്കിലും അവിടെ എൻ്റെ സ്വരം നന്നെന്ന് എനിക്കറിയാം. അത് കേൾക്കാൻ അവർക്ക് ഭാഗ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ഓ ശരി, അതാണ് ഭർത്താവ് എന്ന് പറയും. പക്ഷേ ഇതറിയില്ല. മൗനമായിട്ടാണ് ഗോവിന്ദൻ നിന്നു ഗായത്രേ മൗനമാർന്നു ജപിക്കയാം. ഒരിടത്തുദ്ധവൻ മുമ്പായവരൊത്ത് അംബുജേക്ഷണൻ കാര്യാലോചന ചെയ്യുന്നു. മറ്റൊരിടത്തു ദാനമാം. വേറൊരു വീട്ടിൽ പോയപ്പോൾ ഉദ്ധവരായിട്ട് ഇനി നമ്മളിപ്പോൾ നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ കാര്യവിചാരം ചെയ്യാം. വേറൊരു സ്ഥലത്തിപ്പുണ്ട് ബ്രാഹ്മണന് ദാനം ചെയ്യണു മൂപ്പര്. ഗർഗാധരെ കാൽ കഴുകിച്ചിടുന്നു വിഭൂ മറ്റിടം. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സാരമില്ല. ഗർഗാധരെ കാൽ ഊട്ടുന്നു എന്നാണ്. ഒരു ദീർഘത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഗർഗാധരെ കാൽ ചൂട്ടുന്നു വിഭു ഭഗവാൻ. മറ്റിടം ബലി വാരിക്കൊണ്ടിടുന്നുണ്ട് അടുത്തൊരിടം അച്യുതൻ. ഒരു സ്ഥലത്ത് ബലി വാരിക്കൊണ്ടിടുന്നു. തർപ്പണം ചെയ്ത ബലി കാക്കയ്ക്ക് കൊടുക്കുക. സ്വാധ്യായം ഒരിടം. വേറൊരു ഭാഗത്ത് പോയപ്പോണ്ട് ഭാഗവതം വായിക്കണം മൂപ്പര്. ആണ് ഭാഗവതം കൊണ്ട് രാമായണം ആക്കുക. ഇതെല്ലാം മുമ്പ് നടന്നതാണല്ലോ. സാധ്യായം ഒരിടം മറ്റൊരിടത്ത് ഉണ്ണുന്നു മാധവൻ. സ്വയം ആഹാരം കഴിക്കണം. പെൺകിടാങ്ങൾക്കു സംഗീതം പഠിപ്പിക്കുകയാം പ്രഭു. വേറെടുത്ത് പോയപ്പോൾ
കുറച്ച് 4-5 കുട്ടികളെ വെച്ചിട്ടുണ്ട്. അതിൽ അവരുടെ കുട്ടികളുണ്ട്. സരിഗമ പദ നിസ പഠിപ്പിക്കുകയാണ്. കർണാട്ടിക് മ്യൂസിക്കാണോ ഹിന്ദുസ്ഥാനിയാണെന്നും ചോദിക്കരുത്. സത്യാഗ്രഹത്തിൽ പിന്നൊരു വീട്ടിൽ പോയപ്പോൾ നെയിം പ്ലേറ്റ് വായിച്ചു അദ്ദേഹം. സത്യയുടെ ഗൃഹം. സത്യാഗ്രഹത്തിൽ യജ്ഞത്തിൽ കാര്യമാം മറ്റടുത്തിടം. അപ്പം അവിടെ ഒരു യജ്ഞത്തിൽ യജമാനായിട്ട് എന്നാൽ അടുത്ത് പോവാം. മറ്റിടത്തിടം അഹിംസാവ്രതമാഹാത്മ്യം അടുത്തോതുന്നു മറ്റിടം. ഒരു വീട്ടിപ്പോൾ പോയിട്ടുണ്ട്. കുട്ടികളൊക്കെ വിളിച്ചിട്ട്, അതെ നിങ്ങളെല്ലാവരും അഹിംസാപരമോ ധർമ്മ എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു കാരണം കൊണ്ടും ആരും ഹിംസ ചെയ്യരുത് കേട്ടോ എന്ന് ഭഗവാൻ പഠിപ്പിക്കുകയാണ്. നായാട്ടിനു പുറപ്പെട്ടു നിൽക്കയാണെന്നു രണ്ടിടം. നായാട്ടിനു പുറപ്പെട്ടു നിൽക്കയാണൊന്ന്. അവിടെ വായിച്ചാൽ എൻ്റെ മിസ്റ്റേക്ക്, കൂട്ടക്ഷര. ഒരു സ്ഥലത്ത് പോയപ്പോൾ മൂപ്പര് നായാട്ടിന് പോലുള്ള പരിപാടിയാണ്. ക്രൂര ജന്തുക്കളെ ഹിംസിക്കണം. രണ്ടിടം. രണ്ടാമത്തെ സ്ഥലത്ത് പോയപ്പോൾ രാമായണം കേട്ടൊരിടം. മൈ ഗോഡ്, ഞാൻ വെറുതെ വായെടുത്തേ ഉള്ളൂ അല്ലേ. ആണൊന്ന്. രണ്ടിടം രാമായണം കേട്ടൊരിടം കണ്ണീരൊപ്പുന്നു കേശവൻ. സീതാപരിത്യാഗമൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് ഭഗവാൻ കണ്ണൊക്കെ ഒപ്പണമെന്നാണ് പറഞ്ഞത് നാരദർ. കണ്ണീരൊപ്പുന്നു കേശവൻ ബ്രഹ്മചര്യ മഹത്വത്തെ ചൊൽകയാണൊരിടം പ്രഭു. വേറൊരിടത്ത് പോയപ്പോൾ ബ്രഹ്മചര്യ വ്രതം എങ്ങനെ വേണം, പത്നിയെ പലതും ചൊല്ലി ചിരിപ്പിക്കുന്നു മറ്റിടം. നർമ്മവാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഭാര്യനെ സൂചിപ്പിക്കുകയാണ്. ഉറങ്ങിയിടുകയാം ശൈബ്യാഗ്രഹത്തിൽ അഖിലേശ്വരൻ. വേറൊരു ഗൃഹത്തിൽ പോയി, അത് ശൈബ്യയുടെ. അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കണം മൂപ്പര്. ഒരിടത്ത് ഉഗ്രസേനൻ്റെ മുമ്പിൽ വായ്പൊത്തി നിൽക്കയാം. വേറൊരിടത്ത് നോക്കുമ്പോണ്ട് ഉഗ്രസേന മഹാരാജാവുണ്ട് അവിടെ. എന്താ ഈ വഴി വന്നതാണാവോ, ഞാൻ അവിടെ വരാം, മന്ത്രിസഭയിൽ കാര്യവിചാരം ചെയ്യുമ്പോൾ ഞാൻ അവിടെ എത്തിക്കോളാം. താൻ വരണ്ടോ, താനിക്ക് ഭയങ്കര തിരക്കല്ല, ഈ 16,008 സമ്പാദിക്കാന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ഉഗ്രസേന മഹാരാജാവ്. ഒരിടത്ത് ഉഗ്രസേനൻ്റെ മുമ്പിൽ വായ്പൊത്തി നിൽക്കയാം ധർമ്മജ്യേഷ്ഠനെ കൊണ്ടു രാജസൂയ മഹാമഖം ചെയ്യിച്ചിടണം എന്ന് അമ്പാന്നരുളി ചെയ്യൂ മറ്റിടം. വേറെടുത്ത് പോയപ്പോൾ തൻ്റെ എല്ലാമായിരിക്കുന്ന പാണ്ഡവരിൽ മുഖ്യനായിരിക്കുന്ന ധർമ്മപുത്രരെ കൊണ്ട് രാജസൂയ മഹായജ്ഞം ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കണം അദ്ദേഹം. എല്ലാ കണക്കും ജ്യേഷ്ഠനു ബോധിപ്പിക്കുന്നു മറ്റിടം. വേറൊരു സ്ഥലത്ത് ബലരാമസ്വാമിയോട്, അങ്ങയ്ക്കിപ്പോൾ അതൊന്നും ഞാൻ എത്ര വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഒന്നും ചെയ്യണില്ല എന്ന് അങ്ങയ്ക്ക് ധാരണ. അങ്ങനെയൊന്നുമല്ല, ഞാൻ എല്ലാം ചെയ്യുന്നതാ കണക്ക് സാക്ഷി. എല്ലാ കണക്കും ജ്യേഷ്ഠനു ബോധിപ്പിക്കുന്നു മറ്റിടം അനങ്ങാതൊരിടം തൃക്കൺ ചെമ്മി ധ്യാനിച്ചിരിക്കയാം. വേറൊരു സ്ഥലത്ത് പോയപ്പോൾ കണ്ണും ചീമ്മി ധ്യാനത്തിലാണ്. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ നമ്മൾക്കുള്ള ഉപദേശമാണ്. നമ്മൾ സമയം വൃഥാ കളയരുത്, എല്ലാം ചെയ്യണം. A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അനങ്ങാതൊരിടം തൃക്കൺ ചിമ്മി ധ്യാനിച്ചിരിക്കയാം നാണ്യവും രത്നവും മറ്റും അടുക്കിയിടുന്നു മറ്റിടം. വേറൊരു വീട്ടിൽ പോയപ്പോൾ നമ്മൾ ഈ രത്നങ്ങളൊക്കെ സൂക്ഷിച്ചതൊക്കെ ശരിക്കല്ലേ, നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് ഒക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തിയ പുസ്തകത്തിൽ ഒപ്പിടൂ. നാണ്യവും രത്നവും മറ്റും അടുക്കിയിടുന്നു മറ്റിടം ഒരിടം ഭൃത്യനോടോരോന്ന് ഉറക്കെ ചൊൽകയാം പ്രഭു. താനെന്തിനാ പേടിക്കണത്, ഞാൻ തന്നെ ഒന്ന് ഉപദ്രവിക്കല്ലോ. ഉറക്കെ പറയാം ഭൃത്യനോട്. നിങ്ങൾ വിചാരിക്കും പട്ടാമ്പി എങ്ങനെ മനസ്സിലാക്കിയത് എന്ന്. പട്ടാമ്പിക്ക് ഇതാണ് ജോലി. ഉറക്കെ സംസാരിക്കണു, ദേഷ്യപ്പെടില്ല എന്ന് എനിക്കറിയാം. പ്രിയയ്ക്ക് മുരളി ഗാനം കേൾപ്പിച്ചിടുന്നു മറ്റിണം. വേറൊരു വീട്ടിൽ പോയപ്പോൾ ഭയങ്കര തമാശ.
ആർക്ക്? പ്രേയസിക്ക്, പ്രിയതമ്മയ്ക്ക് മുരളീഗാന വിലോല എന്തോ ഒരു കൃതി പഠിപ്പിക്കുകയാണ്. കണ്ണാടി നോക്കിയിടുകയാണൊരിടം കമലാവരൻ. മഹാലക്ഷ്മീനെ വിവാഹം ചെയ്തിട്ടുള്ള ഭഗവാൻ കണ്ണാടി നോക്കിയിട്ട് രസിക്കണമെന്നാണ് പറഞ്ഞത്. അടുത്തിടം പുത്രിമാർക്ക് വിവാഹോത്സവാഘോഷമാം. വേറൊരു വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ പെൺമണിയുടെ കാര്യവിചാരം കല്യാണം. ലക്ഷ്മണാദേവിയെ കൊണ്ട് പാട്ടുപാടിപ്പൂ മറ്റിടം. ലക്ഷ്മണാദേവി അവിടെ പോയപ്പോൾ അവരെ കൊണ്ട് പാട്ട് പാടിപ്പൂ, ഒരു പാട്ട് പാടും. അങ്ങനെ സാമവേദം സ്വരിച്ചും കൊണ്ട് അത്യന്ത മധുരം പ്രഭു. വേറൊരു സമയത്ത് സാമവേദം ചൊല്ലിയിട്ട് ആനന്ദിക്കുകയാണ് അദ്ദേഹം. ചൊൽകയാണൊരിടം കേട്ടു നിന്നാൻ മിണ്ടാതെ മാമുനി. സ്തബ്ധനായി പോയി. ഇത്ര വലിയ ഋത്തിക്ക് ഈ ലോകത്തിൽ വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത് ചെയ്ത് മുന്നിലേക്ക് പോയില്ല. ഭംഗം വരരുത്, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആള് കേമനാന്നറിയാം. ഋഷയില്ലേ അങ്ങനെ അനുഭവിച്ച് നിന്നു. ഗോപീജനങ്ങൾ തൻ പ്രേമകഥ ചൊല്ലുന്നു മറ്റിടം. ആരോട്? സ്നേഹിതന്മാരോട്. ഭാര്യപ്പെടാമെന്ന് തോന്നില്ല എനിക്ക്. അവർക്ക് വിഷമമുണ്ടാവില്ലേ? ഞാൻ ഇന്നവരോട് സല്ലപിച്ചിരുന്നു എന്ന് പറഞ്ഞ്. പക്ഷെ ആ സല്ലാപം ആധ്യാത്മികമാണെന്ന് അറിയണവരോട് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഗോപീജനങ്ങൾ തൻ പ്രേമകഥ ചൊല്ലുന്നു മറ്റിടം പ്രദ്യുമ്നാദ്യർക്കു വേദാന്തം പഠിപ്പിപ്പതടുക്കയാം. അടുത്ത വീട്ടിൽ പോയപ്പോൾ പ്രദ്യുമ്നാദ്യർക്ക് മൂത്ത മകനും കൂട്ടർക്കും വേദാന്തം പഠിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് പറഞ്ഞത്. പത്നിമാർ കേൾക്കുവാൻ പട്ടുചേല വാങ്ങുന്നു മറ്റിടം. അടുത്ത വീട്ടിൽ പോയപ്പോൾ ഒരു ചെട്ടിയാർ കുറേ ചെട്ടിയാരെന്ന് പറഞ്ഞാൽ ചെട്ടിയാന്മാരാണ് ഇവർ ഈ പട്ടുനൂൽ വ്യവസായം അല്ലെങ്കിൽ പട്ടുസാരികൾ നെയ്യ അല്ലേ. പത്നിമാർ കേൾക്കുവാൻ പട്ടുചേല വാങ്ങുന്നു മറ്റിടം. കിടാങ്ങൾക്ക് ആയുധാഭ്യാസം ചെയ്യിച്ചിടുന്നു മറ്റിടം. കുട്ടികളെ ധനുർവേദം പഠിപ്പിക്കുക, യുദ്ധമുറകൾ പഠിപ്പിക്കുകയാണ്. ഒരിടം മാല ചൂടിച്ചു ഭദ്രാദേവിക്കു മാധവൻ. ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ഭാര്യയെ പൂമാല ചൂടി കൊടുക്കണം. മനുസ്മൃതി ഗ്രന്ഥം എടുത്തഴിച്ചിടുന്നു മറ്റിടം. വേറൊരു സ്ഥലത്ത് പോയപ്പോൾ മനുസ്മൃതി വായിച്ചിട്ട് കുട്ടികൾക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിടം സന്ധി മറ്റേടത്ത് ആരോടോ സമരോദ്യമം. യോഗീന്ദ്രൻ ഒന്നിച്ചേഴെട്ടു മണി സൗധങ്ങൾ പോകിനാൻ. ഒരിടത്തിലെ സന്ധി വർത്തമാനങ്ങൾ, മറ്റേടത്താരോടോ സമരോദ്യമം. സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക. യോഗീന്ദ്രൻ ഒന്നിച്ചേഴെട്ടു മണി സൗധങ്ങൾ പോകിനാൻ. വേറെ ആരേഴ് സ്ഥലത്ത് പോയി. അത്യന്ത അത്ഭുത വിലാസങ്ങൾ അവിടങ്ങളിലൊക്കെയും ഒക്കെ അതിശയങ്ങൾ കൂർന്നതാണ്. കാട്ടിനാൻ ഭക്തവര്യന് യോഗി ധ്യേയപദാംബുജൻ. ഭക്തിവര്യൻ ഭഗവാനെ സംബന്ധിച്ചോളം ആരാ? ഭക്തിശിരോമണിയാണ്. കാട്ടിനാൻ ഭക്തിവര്യന് യോഗിധ്യേയപദാംബുജൻ. യോഗീശ്വരന്മാർ ആരേനെയാണ് ഹൃദയത്തിൽ വെച്ച് ധ്യാനിക്കുന്നത്? ഭഗവാനെയാണല്ലോ. അർദ്ധാസ്തമനാം ഒരിടം നേരം നട്ടിച്ച്. ഒരു സ്ഥലത്ത് പോയപ്പോൾ അസ്തമയ സമയമായിരുന്നു. വേറെടുത്ത് പോയപ്പോൾ നട്ടുച്ച മറ്റിടും പൂർണ്ണചന്ദ്രൻ ഉദയ്ക്കുന്നു കണ്ടോരിടത്ത് അതിഭംഗിയിൽ. ഒരു സ്ഥലത്ത് പോയപ്പോൾ അർദ്ധരാത്രി ആയിരുന്നു. അപ്പോൾ പൂർണ്ണചന്ദ്രൻ കണ്ടിട്ട് ആസ്വദിക്കുകയാണ് ഭഗവാൻ. തീ പോലെ പൊരിയും വേനൽക്കാലമാണൊന്നു രണ്ടിടം. വേറെ സ്ഥലത്ത് പോയപ്പോൾ ഭയങ്കര സമ്മറാണ്. തീ പോലെ പൊരിയും വേനൽക്കാലമാണെന്നു രണ്ടിടം. മുട്ടോളം വെള്ളമാ മുട്ടത്തൊക്കെയും മറ്റടുത്തിടം. ഭയങ്കര ചൂട്. വേറെ വീട്ടിൽ പോയപ്പോൾ അവിടെ മുട്ടിനൊപ്പം വെള്ളം.
വൈരുദ്ധ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഏകമായ പരബ്രഹ്മം ദ്രുവതമായി ഞാൻ പലതായി തീരട്ടെ എന്ന് വിചാരിച്ചു, പലതായപ്പോഴാണ് ഈ വിഭ്രമം. നാനാത്വത്തിൽ ഏകത്വം കണ്ടാലോ എല്ലാം സുഗമമാണ്. ഇനി അടുത്തു മഞ്ഞണിക്കുന്നിൽ നിന്നാണുദയം അത്ഭുതം ആവിധം കണ്ടുകളുള്ളിൽ ആനന്ദം മലതല്ലുപോൻ. ഭഗവാന്റെ വിഭൂതികൾ കണ്ട് അത്ഭുത ചരിതനായി ആര്? നാരദര്. സത്സംഗം അകലും മർത്യൻ അജ്ഞാനത്തിങ്കൽ മാതിരി. അപ്പോൾ അടുത്ത മഞ്ഞണിക്കുന്നിൽ നിന്നാണ് ഉദയം അത്ഭുതം ആവിധം കണ്ടുള്ളിൽ ആനന്ദം അലതല്ലോൻ. അതല്ല വീണ്ടും ഞാൻ വന്നെത്തുവതൊരയിടമാം ഭക്തൻ്റെ വചനം കൃഷ്ണചരിതത്തിങ്കൽ മാതിരി. അതല്ല വീണ്ടും വീണ്ടും താൻ വന്നെത്തുവതൊരേടമാം. വേറൊരു സ്ഥലത്ത് ഏതൊക്കെ വഴി കൂടെ പോയാലും ഒരു സ്ഥലത്ത് എത്തണമെന്നാണ്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭക്തൻ്റെ വചനം കൃഷ്ണചരിതത്തിങ്കൽ മാതിരി സത്സംഗമകലും മർത്യൻ അജ്ഞാനത്തിങ്കൽ മാതിരി. നമുക്കുള്ള ഉപദേശമാണ്. എന്താ? സത്സംഗം അകന്നാൽ മർത്യൻ അജ്ഞാനത്തിങ്കൽ മുങ്ങുന്ന. സത്സംഗം ഉണ്ടായാൽ ജ്ഞാനത്തിൽ മുങ്ങുന്ന. അതായത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മായാകാര്യങ്ങളിൽ തന്നെ മോദിച്ചെങ്ങനെ വാഴുവോൻ. എങ്ങാണെങ്കിലും തൻ്റെ വീട്ടിൽ താനെന്ന മാതിരി. എവിടെ പോയാലും കൃഷ്ണ 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 കൃഷ്ണ. എങ്ങാണെങ്കിലും തൻ്റെ വീട്ടിൽ താനെന്ന മാതിരി ദിവ്യപ്രേമാമൃതാസ്വാദമുൾ തിങ്ങിയ മഹാമുനി. മഹാമുനിക്ക് എന്താ ലാഭം? ദിവ്യപ്രേമാമൃത ആസ്വാദമുൾ തിങ്ങിയ. എല്ലാ സ്ഥലത്തും ദീർഘ. ദിവ്യപ്രേമ അമൃതാസ്വാദമുൾ തിങ്ങിയ മഹാമുനി പാരിജാതമരച്ചോട്ടിൽ ഇരുന്നാൻ അമ്പോട് തിരി. കുറച്ച് നേരം പാരിജാത പുഷ്പത്തിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. ശ്രീകൃഷ്ണലീല ചാതുര്യ മാധുര്യാദി നിമഗ്നനായി. ക്ഷീണം മാറാനേ. ശ്രീകൃഷ്ണ ലീല ചാതുര്യ മാധുര്യാദി നിമഗ്നനായി. ഉടൻ താനിരുളിൽ പിന്നിൽ തന്നെ അവ്യക്തനായ ഒരാൾ. ഇരുട്ടത്ത് ഒരാൾ പിന്നിൽ നിന്ന്. ഉടൻ താൻ ഇരുളിൽ പിന്നിൽ തന്നെ അവ്യക്തനായ ഒരാൾ നനുത്തു ചൊല്ലിക്കുകിലും തേജസ് അത്യന്തമാർന്ന. ചെറുതായിട്ട് എന്താ നാരദരെ കണ്ട് പരിഭ്രമം തോന്നിയോ? കൃഷ്ണനാ. നാരദരോട് ചോദിക്കുക, എന്താത്തൊക്കെ കണ്ടിട്ടേ? ഒന്നുമില്ല, ഞാൻ ആരാ? നിരാകാരൻ. അങ്ങ് കണ്ടതോ മായ. അപ്പോൾ പറഞ്ഞു, ഉടൻ താൻ ഇരുളിൽ പിന്നിൽ തന്നെ അവ്യക്തനായ ഒരാൾ നനുത്ത് ചൊല്ലിക്കുകിലും തേജസ് അത്യന്തം മാർന്നവൻ. അന്തഃപുരത്തിലും മറ്റും ഒട്ടൊട്ടങ്ങും വിളങ്ങിയോൻ. എല്ലാവരുടെയും ഗൃഹത്തിൽ അന്തഃപുരങ്ങളിൽ എവിടെ നോക്കിയാലും കൃഷ്ണനാണ്. അതോർക്കിൽ ഏതും സൂക്ഷിച്ചുകൊണ്ടേ മിന്നും പരാൽപരൻ. വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളെ നിർവഹിച്ചുകൊണ്ട് തന്നെ താൻ നോക്കിയും കൊണ്ടു നിൽപ്പതായി കണ്ടു വിസ്മിതൻ. ഇയാൾ കണ്ടതിപ്പോൾ എന്നെ തന്നെയല്ലേ എല്ലാ സ്ഥലത്തും. തന്നെ താൻ നോക്കിയും കൊണ്ടു നിൽപ്പതായി കണ്ടു വിസ്മിതൻ. ഉടൻ ചെന്ന് അംബുജാക്ഷൻ്റെ തൃപ്പാദകമലങ്ങളിൽ നേരെ ഓടിപ്പോയി വീണ് രണ്ട് കാലും പിടിച്ച് ആനന്ദാനുഭൂതി വാവിട്ട് കരയാൻ തുടങ്ങി നാരദർ. കാക്കണേ കൃഷ്ണ, കാക്കണേ കൃഷ്ണ. തന്നെ താൻ നോക്കിയും കൊണ്ടു നിൽപ്പതാം കണ്ടു വിസ്മിതൻ. ഉടൻ ചെന്നംബുജാക്ഷൻ്റെ തൃപ്പാദകമലങ്ങളിൽ നമസ്കരിച്ച് എഴുന്നേറ്റു പുളകാഞ്ചിത വിഗ്രഹൻ. പുളകാഞ്ചിത വിഗ്രഹൻ, ശരീരം പുളകം കൊണ്ടു ഒട്ടൊട്ടു പുഞ്ചിരി കൊണ്ടു ചൊല്ലിനാൻ തൊഴുത് ഈ വിധം. അതെന്താ നാളെ പറയാം കേട്ടോ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും
സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.